Hi, Lizbee kitchen-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പൈസി മസാല ഫിഷ് ഫ്രൈ. അത് നമ്മുടെ പിലോപ്പി മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്സ്യ ഫിഷറീസിൽ നിന്ന് പിലോപ്പി മീൻ കൊണ്ടു വെച്ചിട്ടുണ്ട്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. പറയുന്ന പോലെയൊക്കെ കട്ട് ചെയ്തും എത്തിച്ചു തരുന്നുണ്ട് അവര്. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ റെസിപ്പി ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. വേണമെങ്കിൽ ഒരു തവ ഫ്രൈ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ഒരേ സമയം നമുക്ക് ചെയ്യാം. എണ്ണ കുറച്ചിട്ടും കുറച്ച് എണ്ണ കൂട്ടിയിട്ടും അങ്ങനെ ഉള്ള രണ്ട് രീതി. അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യും. അപ്പൊ നമ്മുടെ പിലോപ്പി ഫിഷ് 1 kg ആണ്. ഇത് ഞാൻ കഴുകി ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മീനും ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വിനീഗറും ഉപ്പും മഞ്ഞളും തിരുമ്പി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമുക്കിത് കഴുകിയെടുക്കാം. കുറച്ച് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, പിന്നെ നമ്മുടെ മുളക് ചതച്ചത് ക്രഷ്ഡ് ചില്ലി, ഒരു ചെറുനാരങ്ങ അതിന്റെ നീര് നമുക്ക് എടുക്കണം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഫിഷ് ഒന്നും കൂടി ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഞാൻ മീൻ നന്നായി കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം പൊടികള്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം കേട്ടോ. ഞാൻ ഇത്തിരി എരിവൊക്കെ ഉണ്ടായിട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സാധാരണ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴുകി കളഞ്ഞു, എന്നാലും നോക്കിയിട്ട് ഇടാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഈ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. ഇതിപ്പോ ഏത് ഫിഷ് വേണമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ സാധാരണ ഏത് ഫിഷ് വെച്ചിട്ടായാലും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മല്ലിയില അതുപോലെ കറിവേപ്പില നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം. മല്ലിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം, എന്നിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളക് ചോപ്പ് ചെയ്തിടാം. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഫിഷില് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ട് നമ്മള് ഫിഷൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 hour ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇനിയിപ്പോ ഞാൻ നേരത്തെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി കൂടി വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് ഉണ്ട്. ഇത്തിരി അത്ര ടൈമില്ല. അപ്പൊ അങ്ങനെ
വേണമെങ്കിൽ നമ്മൾ ഫിഷ് നേരത്തെ തന്നെ ഞാൻ നേരത്തെ ചെയ്തില്ലേ, ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വിനീഗറൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചില്ലേ, അപ്പൊ അതിലൊക്കെ കുറച്ചൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു അരമണിക്കൂർ മാത്രം വെച്ചാൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ പിടിക്കും ചെയ്യും കേട്ടോ. അപ്പൊ ഒരു അരമണിക്കൂറാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ 1 മണിക്കൂർ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോ ഞാനൊരു 2 പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു തവയാണ്. തവയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ ബ്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ 2 പാനും ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു ഗ്രിൽ പാനാണ് എടുത്തേക്കണത്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിലത്തെ വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ. തവയിലത്തെ തവ നന്നായി ചൂടായിരിക്കാണ് നമ്മൾ ബ്രഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നന്നായി ചൂടായതിന്റെ അതിലേക്ക് നമ്മള് ഫിഷ് 2 എണ്ണം അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കാം കേട്ടോ. ഇതും അതേപോലെ തന്നെ 3 മിനിറ്റ് നല്ല മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് മൂടിയിട്ടെടുക്കണം. ഇനി ഒരു ഭാഗം കഴിയുമ്പോൾ, ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ അതേ ഭാഗം പതുക്കെ മറച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റാണ് ഞാൻ ഒരു സൈഡ് മുരിയിട്ടെടുത്തത്. ഇപ്പൊ ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫിഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എണ്ണ നന്നായി ചൂടായിട്ട് ഫിഷ് ഇടാവും. ഫിഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിച്ചും ഇടരുത്. ആദ്യം കുറച്ച് നേരം അവിടെ കിടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മള് അതിൽ യൂസ് ചെയ്ത മസാല മുഴുവൻ എണ്ണയിൽ ഇങ്ങനെ മിക്സ് ആയി പോകും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 3 മിനിറ്റ് എങ്കിലും മിനിമം അങ്ങനെ തന്നെ കിടക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തത് 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിച്ചെടുത്തു. അതിന് തിരിച്ചിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് മാത്രം നമുക്ക് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ഏകദേശം മറിച്ചിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് ആയാലും ഇതിലേക്ക് നമുക്ക് ചില്ലി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ തവ ഫിഷിന് കേട്ടോ. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ ഇതിൽ എണ്ണയൊന്നും ശരിക്കും ബാക്കിയൊന്നും ഇല്ല. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടു. ഈ ചൂട്ടോടെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് കഴിക്കുകയും ചെയ്യും.